പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് അൽമക്കർ എന്ന സ്ഥാപനത്തിൻ്റെ കീഴിൽ, അതായത് സ്നേഹഭവൻ, അതായത് വൃദ്ധന്മാരെയും മറ്റും പരിചരിക്കുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ്. ആ സ്ഥാപനത്തിൽ ഇപ്പം ഒരു ബാലൻ ചേട്ടൻ മരണപ്പെടുകയുണ്ടായി. അങ്ങനെ അതൊക്കെ ഒരുപാട് ബാലൻ ചേട്ടൻ്റെയൊക്കെ പത്രമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇവരെ പരിചരിക്കുന്നത് ഉസ്താദുമാരാണ്. അപ്പോൾ ഇവർ എല്ലാ മതത്തിലുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും വന്ന് അഭയം നൽകുന്ന സ്ഥാപനമാണ് അൽമക്കറിലെ സ്നേഹഭവൻ എന്ന സ്ഥാപനം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ നമുക്ക് ഈ ചുറ്റുപാടിലും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് പിടിക്കണം. ഇതിൻ്റെ പിന്നാമ്പുറത്തിൽ ഉണ്ടായിരുന്നത്, അതായത് ഒരുപാട് ആളുകളുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി ചിത്താരി ഉസ്താദ്. ആ ചിത്താരി ഉസ്താദിൻ്റെ കീഴിൽ നടക്കുന്ന സ്ഥാപനമാണ് അൽമക്കർ. അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും 15 ഏക്കറിൽ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാമ്പത്തിക എല്ലാ മേഖലകളിലും ഇടപെടുന്ന ഒരു സ്ഥാപനമാണ് അൽമക്കർ. 15 ഏക്കറോളം സ്ഥലമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ആ സ്ഥലം കാണണം. അവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന ദർസ് പഠനങ്ങൾ, അതേപോലെ ശരീഅത്ത്, അതേപോലെ സ്കൂളുകൾ, അതേപോലെ എല്ലാ മേഖലയും സാമൂഹികപരമായിട്ട് പറയുകയാണെങ്കിൽ, അതായത് ചാരിറ്റി കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങുന്ന ഒരുപാട് പ്രഗത്ഭരായ ആലിമീങ്ങളെയും അതേപോലെ നല്ല നല്ല സ്റ്റുഡൻസിനെയും വാർത്തെടുത്ത ഒരു സ്ഥാപനമാണ് അൽമക്കർ. അപ്പോൾ നമ്മൾ അവരെന്ത് ചെയ്യണം? ഒരിക്കലെങ്കിലും ആ സ്ഥാപനം കാണാൻ മാത്രമുണ്ട്. നമ്മൾ കാണേണ്ട സ്ഥാപനമാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ സ്നേഹഭവനം ഒന്ന് കാണണം. എന്നാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ പിതാക്കന്മാരുടെയും മാതാപിതാക്കളെ മൊത്തം നമുക്ക് വരാം. അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കപ്പെടണം. എന്നാൽ മാത്രമേ നമുക്കിതുണ്ടാവും. നമ്മളെല്ലാവരുടെയും ചെന്ന് കാണണം. എന്നിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മുടെ പിതാക്കന്മാർ, മാതാപിതാക്കൾ എല്ലാവരും പരിഗണിക്കണം. കാരണം നമ്മൾക്ക് അവരാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവർ കഴിഞ്ഞിട്ട് ലോകത്ത് ആരുള്ളൂ. അത് മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ അൽമക്കറിൻ്റെ സ്നേഹഭവൻ എന്ന സ്ഥാപനം നിങ്ങൾ എന്തായാലും കാണണം. ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കി പറ്റുന്നവർ അവരെ സഹായിക്കുകയും ചെയ്യാം. നിങ്ങളെ ബർത്ത്ഡേ ഫംഗ്ഷൻ, അതേപോലുള്ള എല്ലാ മേഖലയും നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റും. ഒരു നേരം അവരിലേക്ക് ചെന്നിറങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകന്മാർ അവിടെ വരുന്നുണ്ട്. നിങ്ങളൊന്ന് പോയി നോക്ക്. ഇവിടെ അടുത്ത് തന്നെയാണ്, കണ്ണൂരിലെ തളിപ്പറമ്പ് എന്ന സ്ഥലത്ത് നാടുകാണി. അവിടെ പോയി കഴിഞ്ഞാൽ സ്നേഹഭവൻ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞു. നിങ്ങളൊന്ന് പോയി നോക്കണം. അത് ഓഫീസിൽ വന്നിട്ട്. നന്ദി.